ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ റോക്കി ആയിട്ടൊരു ബൈക്ക് റൈഡ് പോവാണ്. ബൈക്ക് റൈഡ് അല്ല, ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വാക്സിനേഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ബൈക്കിലാണല്ലോ നമ്മൾ കൊണ്ടുപോവുക സാധാരണ. അപ്പോൾ ആളുകൾ ചോദിക്കലുണ്ട് ഇത്രയും വലിയ ഡോഗിനെ എങ്ങനെയാണ് ബൈക്കിൽ കൊണ്ടുപോകാന്ന്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു രൂപം എന്ന് ഏറെക്കുറെ കാണിച്ചു തരും. ഇതാണ് ഈ കനൽ സെറ്റപ്പ് കൊണ്ട് ഓർമ്മയില്ലേ, ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാണിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ഇതിവിടെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും വെളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. റോക്കിയോടെ സൗണ്ട് ആക്കുന്നുണ്ടല്ലോ. നമ്മുടെ ആൽഫി, ക്യാൻഡി, ഡോളി. നമ്മൾ ഇവരുടെ വാക്സിനേഷൻ അടിക്കാൻ വേണ്ടിയിട്ട് റോക്കിനെ കൊണ്ടുപോകും. ഇത് നോക്ക്, റോക്കിയോടെ നോക്ക്. ഓക്കെ, നമ്മൾ റോക്കിനെ കൊണ്ടുപോകണം. പിന്നെ മുൻപ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇവരിങ്ങനെ ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്വഭാവത്തിന് വിടാൻ പാടില്ല. കണ്ടില്ലേ, ഈ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ഇവരിനെ ഇതിനനുസരിച്ച് വിടാൻ പാടില്ല. അതിനെന്താണെന്ന് പറഞ്ഞാൽ ഡോർ തുറന്നിട്ട് നമ്മൾ പറഞ്ഞാലല്ലാതെ ഇവർ പുറത്തിറങ്ങാൻ നമ്മളെ സമ്മതിക്കരുത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡോഗ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഭയങ്കരതാണ്. ഇറങ്ങാൻ മുട്ടി നിന്നാൽ നമ്മൾ നമ്മളെന്താണ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കമാൻഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ആൾ. കണ്ടില്ലേ, മുട്ടിയിട്ട് നിൽക്കുകയാണ്, നമ്മുടെ കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറ്റണം. നമ്മൾ പറഞ്ഞാലല്ലാതെ അതിനെ ഇറക്കരുത്. അതുപോലെ തന്നെ നോ പറയുന്ന സമയത്ത് അതിനൊരു പേടി ഉണ്ടാവണം. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നോ ആണെന്ന് അതിന് ബോധ്യപ്പെടണം, മനസ്സിലായില്ലേ? ഓക്കെ, ഇറക്കി കഴിഞ്ഞാൽ നല്ലപോലെ സന്തോഷിപ്പിക്കുക, മനസ്സിലായില്ലേ? ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇനി എന്തെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ബൈക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളാരും എന്താ പറയുക അനുകരിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുമെങ്കിൽ കൂടെ മോസ്റ്റ്ലി എല്ലാവർക്കും കാറും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ബൈക്കും കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ക്യാൻഡി, ബൈക്കും കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും ചങ്ങല അല്ലെങ്കിൽ ലീശ് നിർബന്ധമായിട്ടും കയ്യിൽ വേണം, മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് നമ്മൾ പഠിപ്പിക്കണം എന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബേസിക് കമാൻഡ്സ് അതിലൊന്നാണ് ഹീൽ എന്ന് പറയുന്ന കമാൻഡ്. നമ്മുടെ ഒപ്പം നടക്കുക എന്നുള്ളത്. നമ്മുടെ ഫ്രണ്ടിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, വാ, ഹീൽ, ഹീൽ. അപ്പോൾ കണ്ടില്ലേ, ഇനി അവനൊപ്പം നടന്നോളും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ഓടിപ്പോകും. ഇതിന് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നാൽ ഇവനും നിൽക്കണം, മനസ്സിലായില്ലേ? ഇങ്ങനെ പോകാൻ പാടില്ല ശരിക്കും. ഓക്കെ, സെറ്റ്, ഗുഡ് ബോയ്. ശരിക്കും ഇത്ര ലെങ്ത്തിൽ കൂടെ നിൽക്കാൻ പാടില്ല. നമ്മുടെ ഒപ്പം നിർത്തിപ്പിക്കാൻ ശ്രമിക്കണം. എന്നാലാണ് നമ്മൾ പുതിയൊരു എൻവിറോൺമെൻറ്റിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. റോഡ് എന്ന് പറയുന്നത് ഇവർക്ക് അറിയാത്തൊരു മേഖലയാണ്. അപ്പോൾ ഒരുപാട് നായ്ക്കളുണ്ടാവും, വേറെ മൃഗങ്ങളുണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക വേറെ വണ്ടികളുണ്ടാവും. അപ്പോൾ ഇവർ പെട്ടെന്ന് ട്രിഗറാവും. അപ്പോൾ ചാടാനും പിടിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹീൽ കമാൻഡും ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് നമ്മൾ പഠിപ്പിക്കുന്ന പറയാനുള്ള ഇതൊക്കെ പഠിപ്പിച്ചാൽ കൂടെ ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കമാൻഡ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതുപോലുള്ള ബ്രീഡുകൾ വാങ്ങുന്ന സമയത്ത് ഇതാക്കണം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഹീൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇത് ഇങ്ങനെ വലിച്ചിട്ടല്ല പിടിക്കുക. സാധാരണ ആളുകൾ ഇങ്ങനെ വലിച്ചിട്ട് പിടിച്ചിട്ടാണ് കൊണ്ടുപോവുക. എപ്പോഴും ഈ ഒരു ലൂസിൽ നമ്മൾ വിടണം. ഈ ഒരു ലൂസിൽ നമ്മുടെ കൂടെ നടക്കാൻ ശ്രമിക്കണം. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഹീൽ കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ടിൽ പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. അതുപോലെ തന്നെ എന്താ പറയുക, അതുപോലെ
ഈ മറ്റേ ഇതിങ്ങനെ വലിച്ചു പിടിക്കാനും ശ്രമിക്കരുത്. വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ആണെന്ന് അറിയും. കൺട്രോൾ ഇല്ലെങ്കിൽ കൂടെ നമ്മുടെ ഒപ്പം നടക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കണം. ഓക്കെ, ഇനി നമുക്ക് നേരെ ബൈക്കിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര അലേർട്ടഡ് ആയിരിക്കും. കണ്ടില്ലേ, നമ്മൾ അവരുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് അവർ പുറത്തിറങ്ങി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞത്. കാരണം വേറെ എന്തെങ്കിലും കണ്ടാൽ പിന്നാലോടും, പങ്കട് മണക്കാൻ പോകും, വിളിച്ചാൽ പോലും ചിലപ്പോൾ സമയത്ത് വരില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ ആക്റ്റീവിലാണ് പോണത്. മുൻപ് കുഞ്ഞതായിരുന്ന സമയത്ത് നമ്മളവനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിലാണ് എടുത്തത്. ഞാനുണ്ട് ക്യാമറ എടുക്കുന്ന അനിയൻ. അപ്പോൾ അനിയൻ്റെ മടിയിലാണ് ഇരുത്തുക. നിർബന്ധമായിട്ടും വലിയ ഡോഗുകളിനെ ഒരാളുടെ സഹായം ഇല്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ചിലരൊക്കെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം കാണാം. അതൊക്കെ വളരെ ട്രെയിൻഡായിട്ട് കാലങ്ങളോളം കൊണ്ടുപോയി ശീലമുള്ളത് കൊണ്ട് മാത്രമാണ്. പുതിയ ഒരു വലിയ ഡോഗിനെ എടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ അപകടം നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാണിച്ചറിയാം, ഇതിന് വണ്ടിയിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ, അങ്ങനെ പോവാ പറഞ്ഞിട്ട് പറയാനുള്ള എല്ലാ സെറ്റപ്പിലും അവൻ നിൽക്കും. ഓക്കെ, മുമ്പ് ചെറുപ്പത്തിൽ ഇവനെ ഫ്രണ്ടിൽ കൊണ്ടുവരും. ശരി, ഓക്കെ, കണ്ടില്ലേ, അവനെ ഓട്ടോമാറ്റിക്കലി കയറിയിരുന്നു. മുൻപ് ചെറുപ്പത്തിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവന് വാലും സൈസൊക്കെ കൂടി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അപകടങ്ങൾ കൂടുതലുണ്ടാവും. അതുകൊണ്ട് എന്തായിട്ടും നമ്മൾ ബാക്കിൽ ഇരുത്തിയിട്ടേ കൊണ്ടുപോകുള്ളൂ. ഓക്കെ, ശരി, ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിർബന്ധമായിട്ടും ഫസ്റ്റ് നമ്മൾ കഴുത്തിൽ പിടിക്കണം. ചങ്ങല നമ്മുടെ കയ്യിലുണ്ടാവണം. കഴുത്തിൽ നിർബന്ധമായിട്ടും പിടിക്കണം. അവൻ കംഫർട്ടബിളായി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിർബന്ധമായിട്ട് കഴുത്തിൽ നമ്മൾ പിടിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണുന്ന സമയത്ത് ട്രിഗറാവും, വണ്ടി മറിയും. അപ്പോൾ കഴുത്തിൽ എപ്പോഴും നിർബന്ധമായിട്ടും ഒരു പിടുത്തം വേണം. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവസാനം അങ്ങനെ നോക്കണം. നമ്മൾ വന്ന സമയത്തില്ലേ, ഇവിടെ വാക്സിനേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നോക്ക്, ഇത് ഫുള്ള് രോമമായിട്ടുള്ളൊരു ഡോഗ്, നല്ല രസമുണ്ട്. ഒരു കുഞ്ഞി പെൺകുട്ടി കയ്യിലെടുത്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റോക്കിനെ കണ്ടിട്ടൊരു നോട്ടം നോക്കുന്നുണ്ട്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഇത്രയും ഡോഗ്സ് ഉണ്ടായിട്ട് ഇതൊന്നും പുല്ല് വിലയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു വമ്പൻ പൂച്ച. അപ്പോൾ റോക്കി ഇങ്ങനെ നോക്കുകയാണ്, പരിസരത്തൊക്കെ നോക്കുകയാണ് എന്താണ് സംഭവം. വേറെ കുറേ ഡോഗ്സ് ഉണ്ട്, ഇവരിനെയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം ഇവൻ വെളിയിൽ വന്ന് ശീലമുള്ളതുകൊണ്ട് വേറെ ഡോഗ്സുകൾ ഇവനെ പിടിച്ച് അലേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവന് കാര്യപ്പെട്ട കൂസലൊന്നും ഉണ്ടാവലില്ല. ഇവനെ കാര്യപ്പെട്ട ചൊടിപ്പിക്കലുണ്ടായാലും മാത്രമാണ് ഇവൻ റിയാക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം സാധുവാണ്. കയറി മാന്തിയാൽ മാത്രം തിരിച്ച് ആക്രമിക്കുന്ന സ്വഭാവക്കാരനാണ് റോക്കി. ഫസ്റ്റ് പോയി ഇടങ്ങാറുണ്ടാക്കലില്ല. അങ്ങനെ നൈസായിട്ട് നമ്മൾ ചീട്ടൊക്കെ എടുത്തിട്ട് വാക്സിനേഷന് വേണ്ടിയിട്ട്, വാക്സിനേഷൻ ബാക്കിൽ, ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഞാനും റോക്കിയും പാടെ നൈസായിട്ട് ബാക്കിൽ കൂടെ എന്താ പറയുക വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അവിടെ നോക്കുമ്പോൾ ബാക്കിലൊക്കെ ഫുള്ള് കൂട്. ഇതിലൊക്കെ ഇഷ്ടംപോലെ നോർമൽ എന്താ പറയുക നമ്മുടെ നാടൻ നായകളുണ്ട്. അവർക്കൊക്കെ എന്താ പറയുക വന്ധീകരണമോ വാക്സിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ കൂടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റോക്കിക്ക് കാര്യപ്പെട്ട കൂസലൊന്നും ഇല്ല, അവരിനെ അവിടെ കണ്ടിട്ട് പോലും. അങ്ങനെ നമ്മൾ ഡോക്ടറോട് സംസാരിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് വാക്സിൻ ചെയ്യണതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് എന്തെങ്കിലും സീനുണ്ടോ, കാരണം വലിയ ഡോഗല്ലേ, വായ കെട്ടണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് വെച്ചു പോയി. റോക്കി സൂചി വെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു റോക്കിൻ്റെ. റോക്കിക്ക് നമ്മൾ മോൻ കഴുകി കൊടുക്കാം കേട്ടോ. ചൂടല്ലേ മോൻ കഴുകി കൊടുക്കാം. വെള്ളം കുടിക്കുക റോക്കി, വെള്ളം കുടി. വാക്സിനേഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു പുഴയുണ്ട്. അപ്പോൾ റോക്കിനെ പുഴ കാണിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനും റോക്കിയും മോൻ കഴിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഇവരുടേതല്ലാത്ത കംഫർട്ടബിൾ സോണിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണ തീരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ എത്ര ട്രെയിൻ ചെയ്താലും പുറത്ത് പോയിട്ട് നമ്മളൊരു കമാൻഡ് പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവനെ ലീഷ് ഇല്ലാണ്ട്, ഈ സാധനം ഇല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്താ പറയുക നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഹീൽ, നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നല്ലോ ഹീൽ എന്നുള്ള കമാൻഡ്,
അതില്ലാതെ തന്നെ നമ്മുടെ കൂടെ നടക്കുമെന്ന് നോക്കാം. നടക്കാനുള്ള ചാൻസസ് വളരെ പ്രോബബിലിറ്റി കുറവാണ്. ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്യണം. ഓക്കെ, ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തൊന്നും കാണിക്കണമല്ലോ. ഏനോ ഓക്കെ ബോയ് heel no heel ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ കണ്ടില്ലേ, ഞാൻ നടക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഫ്രണ്ടിക്ക് പോയി. അതാണ് പുറത്തുള്ള കംഫർട്ടബിൾ സോണിൻ്റെ പുറത്ത് കഴിഞ്ഞോന്ന് പറഞ്ഞാൽ കമാൻഡ് ബ്രേക്ക് ആവുന്ന സംഭവം. ഇപ്പോൾ കണ്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണേ. സാധാരണ അത് വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ പരിപാടി നടക്കില്ല. ഓക്കെ അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിർത്താൻ ശ്രമിക്കണം. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. ഒന്നും കൂടെ നമുക്ക് ഹീൽ ട്രൈ ചെയ്യാം. വെള്ളം കുടിക്കുകയാണ്. ഓക്കെ, ഹീൽ ഹീൽ ഇതാണ് നമ്മുടെ കുഴപ്പാലം, ചിറ്റൂർ കുഴപ്പാലം കേട്ടോ. നമ്മൾ മുൻപ് ഇവിടെ വേനലിൻ്റെ സമയത്ത്, ചൂടുള്ള സമയത്ത് കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ കുളിക്കും. അപ്പോഴൊക്കെ വളരെ വെള്ളം കമ്മിയുണ്ടാവുക. റോക്കി ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഇവിടെ റോക്കിക്കൊന്ന് നോക്കാൻ കൈ കൊടുക്കുക. അവനെ ഹാപ്പി ആയിരിക്കണം. മൊത്തത്തിലൊരു അന്തരീക്ഷം മാറിയപ്പോൾ മൊത്തത്തിൽ ഹാപ്പി ആയിരിക്കണം. പിന്നെ ഹീൽ കമാൻഡ് കണ്ടില്ലേ, ഒരു പരിധി വരെ നമ്മൾ വിജയിച്ചു. ഓക്കെ, നമ്മളിങ്ങനെ എന്താ പറയുക, അവിടെ നോക്കിയോടെ നമ്മളിങ്ങനെ എന്തിനെങ്കിലുമൊക്കെ പുറത്തു പോകുന്ന സമയത്തെ നമ്മൾ ഇവരിനെ കൊണ്ടുപോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ പാതി ഇവരുടെ വെറി ഒഴിവാകും. ഇവരെപ്പോഴും ഫെറോഷ്യസ് ആയിട്ടുള്ള ബ്രീഡുകളാണ്. വീട്ടിൻ്റെ ഉള്ളിലെ ഒരു കുഞ്ഞു കൂട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും അടച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വെറി കൂടിക്കൊണ്ടേയിരിക്കും. നോക്കണം, വെറി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ വാക്സിനേഷൻ കൊണ്ടുവന്നാണ്. അപ്പോൾ അടുത്തൊരു പുഴ ഉണ്ടായിരുന്നു, പുഴ കാണിച്ചു. അപ്പോൾ എന്താവും, അവരുടെ വെറി കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാതുള്ള സംഭവങ്ങളൊക്കെ റെഡിയാവും. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് എന്തായാലും പോകാം. ഓക്കെ, ഇപ്പം പുറത്തുനിന്നും ആളെ ഹീൽ കമാൻഡ് അടിപൊളിയില്ലേ. ഇനി ഹീൽ കമാൻഡ് എങ്ങനെയാണ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ചങ്ങയോട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മളിവിടെ കുറച്ച് നേരം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം. ബൈ. ഓക്കെ.